ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 22-ാമത്തെ അധ്യായം. അതിൽ 28-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ദ്വാവിംശോऽധ്യായः. മൈത്രേയ ഉവാച. ജനേഷു പ്രഗണൽസ്വേവം പൃഥും പൃഥുലവിക്രമം തത്രോപജഗ്മുർമുനയശ്ചത്വാരः സൂര്യവർച്ചസഃ താംസ്തു സിദ്ധേശ്വരാൻ രാജാ വ്യോമ്നോവതരദോർത്തിഷാ ലോകാനപാപാൻ കുർവത്യ സാനുഗോജഷ്ടലക്ഷിതാൻ തദ്ദർശനോൽഗതാൻ പ്രാണാൻ പ്രത്യാദിൽ സുരിവോത്ഥിതഃ സ സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേശോ ഗുണാനിവാം ഗൗരവാദ്യന്ത്രിത സഭ്യ പ്രശ്രയാനതഗന്ധരഃ വിധിവത് പൂജയാം ചക്രേ ഗൃഹീതാധ്യർഹണാസനാൻ തത്പാദശൗചസലിലൈർമാർജിതാളകബന്ധനഃ തത്ര ശീലവതാം വൃത്തമാചരൻ മാനയന്നിവ ഹാടകാസന ആസീനാൻ സ്വധിഷ്ണ്യേഷ്വിവ പാവകാൻ ശ്രദ്ധാ സംയമ സംയുക്ത പ്രീതപ്രാഹഭവാഗ്രജാൻ. പൃഥുരുവാച. അഹോ ആചരിതം കിം മേ മംഗളം മംഗളായനഃ യസ്യ വോ ദർശനം ഗ്യാസിദ് ദുർദർശാനാം ജയോഗിഭിഃ കിം തസ്യ ദുർലഭതരമിഹ ലോകേ പരത്ര ച യസ്യ വിപ്രാ പ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുഗഃ നൈവ ലക്ഷയതേ ലോകോ ലോകാൻ പര്യടതോപി യാൻ യഥാ സർവദൃശം സർവ ആത്മാനം യേസ്യ ഹേതവഃ അധന അപി തേ ധന്യാ സാധവോ ഗൃഹമേധിനഃ യദ്ഗൃഹാഹ്യർഹിവര്യാംബു തൃണഭൂമീശ്വരാവരാ വ്യാലാലയദ്രുമാ വൈതേപ്യരിഗ്ധാഖിലസമ്പദഃ യദ്ഗൃഹാസ്തീർത്ഥപാദീയപാദതീർത്ഥവിവർജിതാഃ സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠ യദ്വ്രതാനി മുമുക്ഷവഃ ചരന്തി ശ്രദ്ധയാ ധീരാ ബാലാ ഏവ ബൃഹന്തി ച കച്ചിന്ന കുശലം നാഥ ഇന്ദ്രിയാർത്ഥാർത്ഥവേദിനാം വ്യസനാവാപ ഏതസ്മിൻ പതിതാനാം സ്വകർമ്മഭിഃ ഭവൽസു കുശലപ്രശ്ന ആത്മാരാമേഷു നേഷ്യത്തെ കുശലാകുശലായത്ര ന സന്തി മതിവൃത്തയഃ തദഹം കൃതവിശ്രംഭ സുഹൃദോവസ്തപസ്വിനാം സംപൃച്ഛേ ഭവയേതസ്മിൻ ക്ഷേമക്കേനാഞ്ജസാ ഭവേത് വ്യക്തമാത്മവദാമാത്മാ ഭഗവാനാത്മമാ ഭാവനഃ സ്വാനാം അനുഗ്രഹായേമാം സിദ്ധരൂപീ ചരത്യജഃ. മൈത്രേയ ഉവാച. പൃഥോസ്തൽ സൂക്തമാകർണ്യസാരം സുഷ്ഠുമിതം മധു സ്മയമാനൈവ പ്രീത്യ കുമാരപ്രത്യുവാചഃ. സനൽകുമാര ഉവാച. സാധു പൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മനാ ഭവതാ വിദുഷാ ചാപി സാധൂനാം മതിരീദൃശി സംഗമഃ ഖലു സാധൂനാം ഉഭയേഷാം ച സമ്മതഃ യത് സംഭാഷണ സംപ്രശ്നഃ സർവേഷാം വിതനോദിശം അസ്തേവ രാജൻ ഭവതോ മധുദ്വിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാവിധുനോതി നഷ്ഠികീ കാമം കഷായം മലമന്ദരാത്മനാ ശാസ്ത്രേഷ്വിയാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദൃഗ്വിമൃശേഷു ഹേതുഃ അസംഗാത്മവ്യതിരിക്താത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവ കഥയാ പുണ്യയാ ച ആർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യതൃഷ്ണയാ തൽസമ്മതാനാമപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിദോഷാത്മൻ വിനാഹരേർഗുണപീയൂഷപാനാത് അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ യമൈരകാമൈർനിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിദിക്ഷയാ ച ഹരേർമുഹുസ്തൽപരകർണപൂര ഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്ത്യാ ഹ്യസംഗസ്സദസത്യനാത്മനി സ്യാന്നിർഗുണേ ബ്രഹ്മണി ചാഞ്ജസാ രതിഃ യദാ രതിർബ്രഹ്മണി നൈഷ്ഠികീ പുമാനാചാര്യവാൻ ജ്ഞാനവിരാഗനം ഹസാ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോഗ്നിഃ ദഗ്ധാശയോ മുക്തസമസ്തസ്തദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർവിജഷ്ടേ പരാത്മനോര്യദ്വ്യവധാനം പുരസ്താത് സ്വപ്നേ യഥാ പുരുഷസ്തദ്വിനാശേ ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരപി സത്യാശയ ഉപാധൗ വൈ പുമാൻ പശ്യതി നാന്യതാ
ഇരുപത്തൊമ്പതാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷഃ ആത്മനശ്ച പരസ്യാപി ഭിദാം പശ്യതി നാന്യത. നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷഃ ആത്മനശ്ച പരസ്യാപി ഭിദാം പശ്യതി നാന്യത. അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ ആത്മാവിനെയും ആ ഇന്ദ്രിയ വിഷയങ്ങളെയും അവയെ സംബന്ധിപ്പിക്കുന്ന അഹങ്കാരത്തെയും അന്ധക്കരണം എന്ന ഉപാധിയുള്ളപ്പോൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അന്ധക്കരണത്തിൻ്റെ അഭാവത്തിൽ ആത്മാവിനെയല്ലാതെ മറ്റൊന്നും കാണില്ല. അപ്പോൾ ദൃഷ്ടാവ ദൃശ്യം എന്നീ ഭേദബുദ്ധിക്ക് അന്ധകരണമാണ് ഉത്തരവാദിയെന്ന് സ്ഥാപിക്കുകയാണ്. ജാഗ്രത അവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ഭേദബുദ്ധി, അത് ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും ഉള്ള ഭേദബുദ്ധി അത് സുഷുപ്തി അവസ്ഥയിലില്ലെന്ന് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷഃ ആത്മനശ്ച പരസ്യാപി ഭിദാം പശ്യതി നാന്യത. ജലം മുതലായിട്ടുള്ള ഉപാധികൾ ഉള്ളപ്പോൾ ആ മനുഷ്യൻ എവിടെയും ആ ആത്മാവിനെ എന്ന് വെച്ചാൽ തൻ്റെ അസ്വരൂപത്തെ, പ്രതിരൂപത്തെ, അതിൽ ഭേദം, അതിൽ വ്യത്യാസമുള്ള പോലെ കാണുന്നു. അന്യത അല്ലാത്തപ്പോൾ കാണുന്നില്ല, അത് കാണുന്നില്ല എന്നർത്ഥം. അതാണ് നിമിത്തേ സതി സർവത്ര ജലാദാവപി പുരുഷഃ ആത്മനശ്ച പരസ്യാപി ഭിദാം പശ്യതി നാന്യത. ജലാദവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം മുതലായിട്ടുള്ള നിമിത്തേ, ആ ഉപാധികൾ സതി ഉള്ളപ്പോൾ മാത്രം പുരുഷഃ ആ മനുഷ്യൻ സർവത്ര അപി എവിടെയും ആത്മനഹച്ച ആത്മാവിനെ തന്നെ, തൻ്റെയും അപരസ്യ അപി ആ പ്രതിരൂപത്തിൻ്റെയും, ആത്മാവിനെയും തന്നെയും തൻ്റെ പ്രതിരൂപത്തെയും പരസ്യാപി ഭിദാം ഭേദം, അതിലെ പശ്യതി ഭേദം കാണുന്നു. അന്യത അല്ലാത്തപ്പോൾ കാണുന്നില്ല എന്നർത്ഥം. അപ്പോൾ ജലാദൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം മുതലായിട്ടുള്ള നിമിത്തേ ഉപാധി സതി ഉള്ളപ്പോൾ മാത്രം പുരുഷഃ മനുഷ്യൻ സർവത്ര അപി എവിടെയും ആത്മനഃ ച തൻ്റെയും പരസ്യ അപി പ്രതിരൂപത്തിൻ്റെയും തൻ്റെയും പ്രതിരൂപത്തിൻ്റെയും ഭിദാം ഭേദം പശ്യതി കാണുന്നു. അന്യത അല്ലാത്തപ്പോൾ നഹ കാണുന്നില്ല. ജലാദൗ നിമിത്തേ സതി പുരുഷഃ സർവത്ര അപി ആത്മനഃ ച പരസ്യ അപി ഭിദാം പശ്യതി അന്യത ന. ഒന്നുകൂടി പറയാം. ജലാദൗ നിമിത്തേ സതി പുരുഷഃ സർവത്ര അപി ആത്മനഃ ച പരസ്യ അപി ഭിദാം പശ്യതി അന്യത ന. ഇപ്പോൾ ജലം മുതലായ ഉപാധികൾ ഉള്ളപ്പോൾ മാത്രം ആ മനുഷ്യൻ എവിടെയും ആ ആത്മാവിൻ്റെ തൻ്റെയും പിന്നെ പരസ്യാപി തൻ്റെ പ്രതിരൂപത്തിൻ്റെയും അഭേദം പശ്യതി കാണുന്നു. അല്ലാത്തപ്പോൾ അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജലം മുതലായിട്ടുള്ള ആ നിമിത്തങ്ങൾ ഉള്ളപ്പോൾ താനും പ്രതിബിംബവും രണ്ടാണെന്ന ഒരു തോന്നൽ ഉണ്ടല്ലോ. അത്തരം ഉപാധികളുടെ അഭാവത്തിൽ താൻ മാത്രമേ ഉള്ളൂ എന്നാണല്ലോ തോന്നുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ആ സർവത്ര ജലം, കണ്ണാടി മുതലായിട്ടുള്ള ഉപാധികൾ ഉള്ളപ്പോൾ മാത്രം ആ ബിംബ പ്രതിബിംബ ഭേദം കാണുന്നു. അതില്ലെങ്കിൽ അതിനെ കാണുന്നില്ല. അതില്ലാത്ത സമയത്ത് അതിനെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ സുഷുപ്തിയിലെ അന്ധകരണ ലയം അപ്രത്യക്ഷമായതുകൊണ്ട് പ്രത്യക്ഷമായ മറ്റൊരു ദൃഷ്ടാന്തത്തെ കാണിക്കുന്നു. പുരുഷൻ ഒരുവൻ മാത്രം സത്യമായിരിക്കെ കണ്ണാടി, ജലം മുതലായിട്ടുള്ള വസ്തുക്കളുടെ സന്നിധിയിൽ പ്രതിബിംബം കാണപ്പെടുന്നു. സാക്ഷാൽ പുരുഷനെ കൂടാതെ അന്യമായ പ്രതിബിംബത്തെ പ്രകാശിപ്പിച്ചത് ആ ദർപ്പണാദി വസ്തുക്കളാകുന്നു. ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി, ജലം അതുപോലെയുള്ള വസ്തുക്കളാണ് അന്യമായിട്ട് തന്നിൽ നിന്ന് മന്യമായിട്ട് ആ പ്രതിബിംബത്തെ അത് പ്രകാശിപ്പിക്കുന്നത്. അതുകളുടെ ആ സാന്നിധ്യത്തിൽ അതൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ അന്ധക്കരണമുണ്ടായതുകൊണ്ടാണ് ജീവഭാവം വിളങ്ങിയത്. അതിൻ്റെ അഭാവത്തിൽ ആ അന്ധക്കരണം ഇല്ല എന്നുണ്ടെങ്കിൽ ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. ആത്മാവിൽ അനുരക്തനായതുകൊണ്ട് മോക്ഷം ലഭിക്കുന്നുവെന്ന് സാധിച്ചതിൻ്റെ ശേഷം, ആത്മാവിൽ അനുരക്തനായതുകൊണ്ട് മോക്ഷം ലഭിക്കുമെന്ന് സാധിച്ചതിൻ്റെ ശേഷം ആ വിഷയാസക്തി നിമിത്തം ജനനമരണാദി ബന്ധം ഭവിക്കുന്നു എന്നതിനെ
അടുത്ത 3 പദ്യങ്ങൾ കൊണ്ട് വിവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. തതോ ദഗ്ധഹൃദയോപാധിർനരഃ. അപ്പോൾ ആ ഹൃദയ ഇല്ലെങ്കിൽ ആത്മനോ അന്തർബഹി, ആത്മാവ് അകത്തും പുറത്തും കിമപി ന പശ്യതി, ആത്മാവിനെ എവിടെയും കാണില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തതോ ദഗ്ധഹൃദയോപാധിർനരഃ. മനുഷ്യൻ ഹൃദയമാകുന്ന ഉപാധി ഉള്ളത് കൊണ്ട് ആത്മാവിനെ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് പശ്യതി, കാണുന്നു. അതില്ലെങ്കിൽ ഹൃദയം എന്ന അന്ധക്കരണം എന്ന ഉപാധി ഇല്ലെങ്കിൽ ആത്മാവ് മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള അർത്ഥം. ഒന്നുകൂടി പറയാം. തതോ ദഗ്ധഹൃദയോപാധിർനരഃ ആത്മനോന്തർബഹി കിമപി ന പശ്യതി. ഇല്ലെങ്കിൽ അത് ആ പ്രതിബിംബത്തെ അത് കാണുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ജീവോ ദൃശ്യദൃഷ്ടാരം. ആ ജീവന് ആ ദൃശ്യത്തെയും ദർശിക്കപ്പെടുന്ന വസ്തുവിനെയും ദർശിക്കപ്പെടുന്ന വസ്തുവിനെയും ജാഗ്രത്തിലും സ്വപ്നയോഹോ, ജാഗ്രത്തിലും സ്വപ്നത്തിലും കാണുന്നു. എന്നാൽ സുഷുപ്തൗന, സുഷുപ്തിയിൽ ആ ദൃശ്യത്തെയും ദൃശ്യത്തിൻ്റെ കൂടെയുള്ള ദൃഷ്ടാവിനെയും സുഷുപ്തിയിൽ കാണുന്നില്ല എന്നർത്ഥം. സുഷുപ്തിയിൽ ആത്മാവ് മാത്രമേ അവിടെ, ജീവൻ മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ എന്നർത്ഥം. അപ്പോൾ എപ്രകാരം യഥാലോകേ ജലദർപ്പണാദിഭേദേ ആത്മനോ ദ്വേ രൂപേ പശ്യതി. ജലം, കണ്ണാടി ഇവയിൽ ആത്മാവിനെ 2 രൂപത്തിൽ കാണപ്പെടുന്നു. ദ്വേ രൂപേ പശ്യതി ജലാദ്യ അഭാവേ. ജലമില്ലെങ്കിൽ അവിടെ ആ പ്രതിബിംബത്തെയും ആ രൂപത്തെയും കാണുന്നില്ല എന്നർത്ഥം. യഥാലോകേ ജലദർപ്പണാദിഭേദേ. ജലം, ദർപ്പണം ഇവയിൽ കൂടിയിട്ട് ആ ഭേദം ഉള്ള ആത്മാവിൻ്റെ ഭേദമായിരിക്കുന്ന 2 രൂപത്തെയും പ്രതിരൂപത്തെയും പശ്യതി ജലാദ്യഭാവേ. ജലത്തിൻ്റെ അഭാവത്തിൽ അതൊന്നും കാണുന്നില്ല, ഭേദം ആയിട്ടുള്ളത് കാണുന്നില്ല, ആ ആത്മാവിനെ മാത്രം ദർശിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തതോ ദഗ്ധഹൃദയോപാധി നരഃ ആത്മനോ അന്തർബഹി കിമപി ന പശ്യതി. ജീവോ ദൃശ്യദൃഷ്ടാരം ജാഗ്രത് സ്വപ്നയോഹോ പശ്യതി സുഷുപ്തൗ ന. യഥാ ലോകേ ജലദർപ്പണാദിഭേദേ ആത്മനോ ദ്വേ രൂപേ പശ്യതി ജലാദ്യഭാവേ ന എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ ആ വ്യാഖ്യാനം ആയിട്ട് പറയുന്നത്. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം 30-ാമത്തെ ശ്ലോകം. ഇന്ദ്രിയൈർവിഷയാകൃഷ്ടൈരാക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേ സ്തംഭസ്തോയമിവ ഹൃദാ. ഇന്ദ്രിയൈർവിഷയാകൃഷ്ടൈരാക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേ സ്തംഭസ്തോയമിവ ഹൃദാ. ആ വിഷയസുഖങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവരുടെ മനസ്സ് ആ വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ടിട്ട് ആ ഇന്ദ്രിയങ്ങളാൽ വലിച്ചിഴക്കപ്പെട്ട് ആ പുൽച്ചെടി ആ ജലാശയത്തിൽ നിന്ന് ആ ജലത്തെ എന്ന പോലെ ആ ബുദ്ധിയിൽ നിന്ന് ചൈതന്യത്തെ വലിച്ചെടുക്കുന്നു. വിഷയസുഖങ്ങളെ പറ്റിയിട്ട് ധ്യായതാം, വിഷയസുഖങ്ങളെ പറ്റി ചിന്തിക്കുന്നവരുടെ ധ്യായതാം മനഃ ചിന്തിക്കുന്നവരുടെ വിഷയസുഖങ്ങൾ ചിന്തിക്കുന്നവരുടെ മനസ്സ് വിഷയാകൃഷ്ടൈരാക്ഷിപ്ത ആ വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ടിട്ട് ഇന്ദ്രിയൈഹി ആ ഇന്ദ്രിയങ്ങളാൽ ആക്ഷിപ്തം വലിച്ചിഴക്കപ്പെട്ടിട്ട് സ്തംഭ ആ പുൽച്ചെടി ആ ഹൃദാൽ ജലാശയത്തിൽ നിന്ന് ജലത്തെ എപ്രകാരം വലിച്ചെടുക്കുന്നു അതുപോലെ ബുദ്ധിയിൽ നിന്ന് ചേതനാം ഹരതേ ബുദ്ധേ ബുദ്ധിയിൽ നിന്ന് ആ ചൈതന്യത്തെ ഹരിക്കുന്നു, വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ധ്യായതാം ആ വിഷയസുഖങ്ങളെ പറ്റി ചിന്തിക്കുന്നവരുടെ ആ മനസ്സ് വിഷയാകൃഷ്ടൈഹി ആ വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ടിട്ട് ഇന്ദ്രിയൈഹി
ആ ഇന്ദ്രിയങ്ങളാൽ ആക്ഷിപ്തം വലിച്ചിഴക്കപ്പെട്ടിട്ട് സ്തംഭ പുൽച്ചെടി ഹൃദാൽ ജലാശയത്തിൽ നിന്നും തോയം ഇവ ജലത്തെ എന്ന പോലെ ബുദ്ധേഹെ ആ ബുദ്ധിയിൽ നിന്നും ചേതനാം ചൈതന്യത്തെ ഹരത്തെ വലിച്ചെടുക്കുന്നു. അതിൽ തന്നെ വന്നിട്ട് ധ്യായതാം മനഃ വിഷയാകൃഷ്ടൈ ഇന്ദ്രിയൈ ആക്ഷിപ്തം സ്തംഭ ഹൃദാൽ തോയം ഇവ ബുദ്ധേഹ ചേതനാം ഹരത്തെ. എന്നുകൂടി പറയാം. ധ്യായതാം മനഃ വിഷയാകൃഷ്ടൈ ഇന്ദ്രിയൈ ആക്ഷിപ്തം സ്തംഭ ഹൃദാത് തോയം ഇവ ബുദ്ധേഹ ചേതനാം ഹരത്തെ. ആ വിഷയ സുഖങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവരുടെ മനസ്സ് ആ വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ടിട്ട് ഇന്ദ്രിയങ്ങളാൽ വലിച്ചിഴക്കപ്പെട്ടിട്ട് ആ പുൽച്ചെടി ജലാശയത്തിൽ നിന്നും ജലത്തെ എന്ന പോലെ ആ ബുദ്ധിയിൽ നിന്നും ചൈതന്യത്തെ ഹരിച്ചെടുക്കുന്നു. അപ്പോൾ ചിന്തിക്കുന്നവരുടെ ആ വിഷയാകൃഷ്ടങ്ങളാൽ ഭ്രമിക്കപ്പെട്ട മനസ്സ് നദീതടങ്ങളിലെ കുശാദികൾ എന്ന് പറഞ്ഞാൽ പുല്ല് നദീജലത്തെ എന്ന പോലെ ആരുമറിയാതെ ബുദ്ധിയുടെ വിവേചനാശക്തിയെ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിഷയസുഖങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവരുടെ മനസ്സ് അതിലേക്ക് ആകർഷിക്കുന്നത് പോലെയാണ്, അതിലേക്ക് ആകർഷിക്കപ്പെടും. അത് തന്നെത്താൻ അറിയില്ല. ഒരു ജലാശയത്തിൻ്റെ തീരത്തുള്ള പുൽച്ചെടികളും മറ്റും ജലത്തിൽ പ്രവേശിച്ച് ജലം വലിച്ചെടുക്കുന്നത് പോലെയാണ് ഈ അവസ്ഥ. ഇവിടെ ആത്മാവിൽ അനുരക്തനായതുകൊണ്ട് മോക്ഷം ലഭിക്കുന്നത് സാധിച്ചതിൻ്റെ ശേഷം ആ വിഷയാസക്തി നിമിത്തം ജനനമരണാദി ബന്ധം ഭവിക്കുന്നു എന്നതിനെ ആ 3 പദ്യങ്ങൾ കൊണ്ട് വിവരിക്കുന്നു പറഞ്ഞു. കണ്ടിട്ടോ കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ ഉള്ള ആ വിഷയസുഖങ്ങളെപ്പറ്റി ധ്യാനിച്ചിരിക്കുന്നവർ അവരുടെ ആ ഇന്ദ്രിയങ്ങൾ നിമിത്തം മനസ്സും ക്ഷോഭിക്കുന്നു. അപ്പോൾ ആ മനസ്സ് ബുദ്ധിയുള്ളതായിരിക്കുന്ന യുക്തായുക്ത വിചാരശക്തിയെ അപഹരിക്കുന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടിട്ടോ കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ ഉള്ള ആ വിഷയസുഖങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നവരുടെ ഇന്ദ്രിയങ്ങൾ വീണ്ടും ആ വിഷയങ്ങളെ അനുഭവിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ ക്ഷോഭിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ നിമിത്തം മനസ്സും ക്ഷോഭിക്കും. അപ്പോൾ മനസ്സ് ബുദ്ധിയിലുള്ളതായിരിക്കുന്ന ആ യുക്തായുക്ത വിചാരശക്തിയെ അപഹരിക്കുന്നു. അവിവേകികൾ ഈ സംഭവം അറിയുന്നില്ല. ഏതുപോലെ എന്നാൽ ജലാശയത്തിൻ്റെ കരയ്ക്ക് നിൽക്കുന്ന ആ തൃണാദികൾ പുല്ല് നിലത്തിനടിയിൽ കൂടെ പടർന്നു പിടിച്ചിരിക്കുന്ന അവയുടെ വേരുകൾ വേരുകൾ മാർഗമായിട്ട് ആ ജലത്തെ ആകർഷിക്കുന്നത് സാധാരണമാണല്ലോ. അത് നിമിത്തം അവ പുഷ്ടിയോടുകൂടി വളരുകയും ചെയ്യുന്നു. ഇതിനെ വിചാരശീലന്മാർ മാത്രമേ അറിയുന്നുള്ളൂ. അതുപോലെ മനസ്സ് ബുദ്ധിയുടെ വിചാരശക്തിയെ അപഹരിക്കുന്നതിനെ അവിവേകികൾ അറിയുന്നില്ല. ഇപ്പോഴത്തെ വ്യാഖ്യാനത്തിലെ പുംസാം മനഃ പുരുഷന്മാർ ആ മനസ്സ് അവരുടെ മനസ്സ് ഇന്ദ്രിയൈർ വിഷയാസക്തിം പ്രാപ്യ ആ ഇന്ദ്രിയങ്ങളിലൂടെ ആ വിഷയാസക്തിയെ പ്രാപിച്ച് ബുദ്ധേർ വിചാര സാമർഥ്യം ബുദ്ധിയിലുള്ള ആ വിചാര സാമർഥ്യത്തെ ഹരിക്കുന്നു, ഇല്ലാതെയാക്കുന്നു, നശിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ പുംസാം മനഃ പുരുഷന്മാരുടെ മനസ്സ് ഇന്ദ്രിയേർ വിഷയാസക്തി ഇന്ദ്രിയങ്ങളിലൂടെ ആ വിഷയാസക്തി ഇന്ദ്രിയേർ വിഷയാസക്തി പ്രാപിച്ചിട്ട് ബുദ്ധേർ വിചാര സാമർഥ്യം ബുദ്ധിയുടെ അവിചാര സാമർഥ്യത്തെ ഹരിക്കുന്നു. എന്നതാണ് അതിലത്തെ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ആ വ്യാഖ്യാനം വായിക്കാം. പുംസാം മനഃ ഇന്ദ്രിയേർ വിഷയാസക്തിം പ്രാപ്യ ബുദ്ധേർ വിചാര സാമർഥ്യം ഹരതി. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്. 31 ഭ്രശ്യത്യനു സ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തദ്രോധം കവയ പ്രാഹുരാത്മാവന്ന
ആത്മാവന്നവമാത്മന ഭ്രശ്യത്യനുസ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തദ്രോധം കവയ പ്രാഹുരാത്മാവന്നവമാത്മന. അപ്പം ചിത്തം ആ ചിത്തത്തെ തുടർന്ന് അങ്ങനെ ആ ചേതനയെ അപഹരിക്കുമ്പോൾ ആ ചിത്തത്തെ തുടർന്ന് ആ സ്മൃതി, ആ സ്മരണ നശിക്കുന്നു. ആ സ്മൃതിക്ഷയെ, സ്മൃതി നശിച്ചാൽ ആ ജ്ഞാനം നശിക്കുന്നു, ഭ്രംശമാകുന്നു. തദ്രോധം, ആ ജ്ഞാനത്തിൻ്റെ ഭ്രംശത്തെ ആത്മനഃ തൻ്റേതു തന്നെയായിരിക്കുന്ന അപന്നവം, ആ ആത്മനാശം, ആ ജ്ഞാനം ഭ്രംശത്തെ ആത്മനാശമായിട്ട് ക്രാന്തദർശികളെ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ ജ്ഞാനമില്ലാതെയാകുമ്പോൾ ആണ് ആത്മാവിനെ പറ്റി അറിയാത്ത അവസ്ഥ വരുന്നത്. അപ്പോൾ ആ ചിത്തത്തെ ചൈതന്യത്തെ കവരുന്നതോടു കൂടിയിട്ട് ആ ചിത്തത്തിൽ നിന്നും ചിത്തത്തെ കവരുന്നതോടുകൂടി ചിത്തത്തിൽ നിന്നും ആ സ്മൃതി, ആ സ്മരണ നശിക്കുന്നു, ഓർമ്മ നശിക്കുന്നു. ഓർമ്മ നശിച്ചാൽ സ്മൃതിക്ഷയേ, ഓർമ്മ നശിച്ചാൽ ജ്ഞാനഭ്രംശ, ജ്ഞാനം നഷ്ടപ്പെടുന്നു. ജ്ഞാനം നഷ്ടപ്പെടുമ്പോൾ തദ്രോധം, ആ ജ്ഞാനത്തിൻ്റെ ഭ്രംശത്തെ എന്തായിട്ട് പറയാം? ആത്മനഃ തൻ്റേതു തന്നെയായിട്ടുള്ള ആത്മാപന്നവം, ആത്മനാശം എന്നും കവയ ക്രാന്തദർശികൾ പ്രാഹുഹു ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പം അതിലത്തെ പദങ്ങൾ ചിത്തം അനു, ചിത്തത്തെ തുടർന്ന് സ്മൃതി, സ്മൃതി ഭ്രശ്യതി നശിക്കുന്നു. സ്മൃതിക്ഷയേ, സ്മൃതി നശിച്ചാൽ ജ്ഞാനഭ്രംശമുണ്ടാകുന്നു. തദ്രോധം, ജ്ഞാനത്തിൻ്റെ ആ ഭ്രംശത്തെ ആത്മനഃ തൻ്റേതു തന്നെയായ അപന്നവം, ആത്മനാശം എന്ന് ആ കവയ ക്രാന്തദർശികൾ ആഹു ഉറപ്പിച്ച് പറയുന്നു. ഒന്നും കൂടി പറയാം. ചിത്തം അനു, ചിത്തത്തെ തുടർന്ന് സ്മൃതി, സ്മൃതി ഭ്രശ്യതി നശിക്കുന്നു. സ്മൃതിക്ഷയേ, സ്മൃതി നശിച്ചാൽ ജ്ഞാനഭ്രംശമായി. തദ്രോധം, ആ ജ്ഞാനത്തിൻ്റെ ആ ഭ്രംശത്തെ ആത്മനഃ തൻ്റേതു തന്നെയായിരിക്കുന്ന അപന്നവം, ആത്മനാശം, ആത്മാപന്നവം എന്ന് പറഞ്ഞാൽ ആത്മനാശമെന്നും കവയ ക്രാന്തദർശികൾ ആഹു ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒന്നുകൂടി അപ്പോൾ അതിൽ അന്വയം ചിത്തം അനു സ്മൃതി ഭ്രശ്യതി സ്മൃതിക്ഷയേ ജ്ഞാനഭ്രംശ തദ്രോധം ആത്മനഃ ആത്മാപന്നവം കവയ ആഹു. ഒന്നുകൂടി പറയാം. ചിത്തം അനുസ്മൃതി ഭ്രശ്യതി സ്മൃതിക്ഷയേ ജ്ഞാനഭ്രംശ തദ്രോധം ആത്മനഃ അപന്നവം കവയ ആഹു. ആ ചിത്തത്തെ തുടർന്ന് സ്മൃതി നശിക്കുന്നു. സ്മൃതി നശിച്ചാൽ ജ്ഞാനഭ്രംശം ആയി. ജ്ഞാനത്തിൻ്റെ ഭ്രംശം കൊണ്ട് തൻ്റേതു തന്നെയായ ആത്മനാശം ഉണ്ടാകുന്നു എന്ന് ആക്രാന്തദർശികൾ, കവികൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചിത്തവൃത്തികളെ നിയന്ത്രിക്കണം. ചിന്താശക്തി അവിടെ പറയണത് എന്താ? അനാവശ്യമായ ചിന്തകൾ കൊണ്ട് ചിന്താശക്തി നശിക്കുന്നു. ആ ചിന്താശക്തി നശിച്ചാൽ ആ ജ്ഞാനഭ്രംശം ഉണ്ടാകുന്നു. ജ്ഞാനഭ്രംശം ഉണ്ടായാൽ അതുകൊണ്ട് ചിത്തവൃത്തികളെ നിയന്ത്രിക്കണം എന്നാണ് മഹാന്മാർ പറയുന്നത്. അല്ലാഞ്ഞാൽ താൻ തന്നെ നശിക്കുന്നു, തന്നെ നശിപ്പിക്കുന്നു. ആത്മനാശത്തിന് താൻ തന്നെ ഉത്തരവാദിയാണെന്ന് അർത്ഥം. ഈ ചിത്തനിവൃത്തി നിയന്ത്രണമാണ് അഷ്ടാംഗയോഗം വിഭാവനം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് ചേതന നശിച്ചാൽ ആ പൂർവാപരാനുസന്ധാനം നശിക്കുന്നു. മുമ്പത്തെയും ഇപ്പോഴത്തെയുള്ള ആ ഒരു തൻ്റെ തന്നെ ആയിട്ടുള്ള ആത്മാനുസന്ധാനം അവിടെ നശിക്കുന്നു. പൂർവാപരാനുസന്ധാനം നശിക്കുന്നു. അത് നശിച്ചാൽ ബുദ്ധിഭ്രംശം വരുന്നു. ബുദ്ധിഭ്രംശം വന്നാൽ ആ വിവേകികൾ ആത്മാവിൻ്റെ നാശം എന്ന് പറയുന്നു. അതിനെ ബുദ്ധിഭ്രംശം വന്നാൽ അതിനെ ആത്മാവിൻ്റെ നാശം എന്ന് പറയുന്നു. ലോകത്തിൽ ഓരോരുത്തരും ആ ഭാര്യാപുത്ര ധനധാന്യ ഗൃഹാദികളായ അന്യവസ്തുക്കളെ സമ്പാദിക്കുന്നതും സ്നേഹിക്കുന്നതും ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ പരമ പ്രേമാസ്പദമായിരിക്കുന്ന ആത്മാവിനെ ആത്മാവ് നിമിത്തം തന്നെ നാശം നേരിടുകയെന്ന് വന്നാൽ
പുരുഷന് ഇതിനേക്കാൾ മീതെയുള്ള ഒരു സ്വാർത്ഥനാശം മറ്റെന്തിരിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബുദ്ധിയുടെ ആ വിചാരശക്തിയെ അപഹരിക്കുന്നതിനെ അവിവേകികൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ലോകത്തിൽ ഓരോരുത്തരും ആ ഭാര്യാപുത്ര ധനധാന്യ ഗൃഹാദികളായിരിക്കുന്ന അന്യവസ്തുക്കളെ സമ്പാദിക്കുന്നതും സ്നേഹിക്കുന്നതും ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ ആ പരമപ്രേമാസ്പദമായിരിക്കുന്ന ആത്മാവിന് ആത്മാവ് നിമിത്തം തന്നെ നാശം നേരിടേണ്ടി എന്ന് വന്നാൽ പുരുഷന് ഇതിനേക്കാൾ മീതെയുള്ള ഒരു സ്വാർത്ഥനാശം മറ്റെന്തിരിക്കുന്നു എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇത് വ്യാഖ്യാനത്തിൽ പറയുന്നത് വിചാരസാമർഥ്യം നഷ്ടേ, ആ വിചാരസാമർഥ്യം നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് സ്മൃതിഭ്രംശം, സ്മൃതിർനശ്യതി, സ്മൃതി നശിക്കുന്നു. സ്മൃതിക്ഷയെ ജ്ഞാനഭ്രംശം, സ്മൃതിക്ഷയം കൊണ്ട് ജ്ഞാനം നശിക്കുന്നു. അതുകൊണ്ട് ആത്മനാശ, ജ്ഞാനഭ്രംശം ആത്മനാശം പ്രാഹുഹു, ജ്ഞാനഭ്രംശം കൊണ്ട് ആത്മനാശം സംഭവിക്കുന്നു. അപ്പോൾ വിചാരസാമർഥ്യേ നഷ്ടേ സ്മൃതി നശ്യതി, വിചാരസാമർഥ്യം നഷ്ടപ്പെടുമ്പോൾ സ്മൃതി നശിക്കുന്നു. വിചാരസാമർഥ്യേ നഷ്ടേ സ്മൃതിർനശ്യതി, സ്മൃതിക്ഷയേ ജ്ഞാനഭ്രംശം, സ്മൃതിക്ഷയം കൊണ്ട് ജ്ഞാനഭ്രംശം ആത്മനാശം, ആത്മനാശം പ്രാഹുഹു, ജ്ഞാനഭ്രംശം കൊണ്ട് ആത്മനാശം സംഭവിക്കുന്നു. അപ്പോഴത്തെ വ്യാഖ്യാനം വിചാരസാമർഥ്യേ നഷ്ടേ സ്മൃതിർനശ്യതി, സ്മൃതിക്ഷയെ ജ്ഞാനഭ്രംശം ആത്മനാശം പ്രാഹുഹു എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകനാഥ പരതരോ ലോകേ പുംസസ്വാർത്ഥവ്യതിക്രമഃ യദധ്യന്യസ്യ പ്രേയസ്ത്വം ആത്മനഃ സ്വവ്യതിക്രമാ നാദഃ പരതരോ ലോകേ പുംസസ്വാർത്ഥവ്യതിക്രമഃ യദധ്യന്യസ്യ പ്രേയസ്ത്വം ആത്മനഃ സ്വവ്യതിക്രമാ. അപ്പോൾ മനുഷ്യന് ആ ലോകത്തിൽ യാതൊന്നിനെ സംബന്ധിച്ചാണോ വേറൊന്നിൻ്റെ ആ അത്യന്ത സ്നേഹഭാവം, സ്വയംകൃതമായിരിക്കുന്ന ആത്മാവിനുള്ള ആ അനർത്ഥത്തേക്കാൾ ഉപരിയായിട്ട് വേറൊന്നില്ല. അപ്പോൾ ഇവിടെ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആത്മസുഖത്തിന് വേണ്ടിയാണല്ലോ ഈ ഭാര്യപുത്ര ധനധാന്യാദികളായിരിക്കുന്ന വിഷയങ്ങളിൽ ആസക്തി വരുന്നത്. അപ്പോൾ ആത്മനാശത്തിന് വഴി തെളിയിക്കുന്നതായി ഇതിനേക്കാൾ ഉപരി മറ്റൊന്നില്ല. ആത്മനാശം സ്വയംകൃതാനർത്ഥം എന്നർത്ഥം. അതാണ് ഇതിൽ പറയുന്നത്. നാദപരതരോ ലോകേ പുംസസ്വാർത്ഥവ്യതിക്രമഃ, ആത്മനാശം സ്വയംകൃതാനർത്ഥം എന്നർത്ഥം. അർത്ഥം കാമം എന്നിവയിലുള്ള ആസക്തി സർവപുരുഷാർത്ഥങ്ങളെയും നശിപ്പിക്കുന്നു. അധ്യന്യസ്യ പ്രേയസ്ത്വം ആത്മനസ്വവ്യതിക്രമാ. അപ്പോൾ പദങ്ങൾ നോക്കാം. പുംസഹ മനുഷ്യന്, ലോകേ ആ ലോകത്തിൽ, യദധികൃത്യ യാതൊന്നിനെ സംബന്ധിച്ചാണോ, അന്യസ്യ വേറൊന്നിൻ്റെ അത്യന്ത സ്നേഹഭാവം, യാതൊന്നിനെ സംബന്ധിച്ചാണോ വേറൊന്നിൻ്റെ ആത്മാവിൻ്റേതല്ലാത്ത ഒന്നിൻ്റെ ഒരു സ്നേഹഭാവം, അത്യന്ത സ്നേഹഭാവം, സ്വവ്യതിക്രമാൻ സ്വയം കൃതമായിട്ട് ആത്മനഃ ആത്മാവിനുള്ളത്, അത് ആത്മനാശത്തിനായിട്ട് തീരും. ആ സ്വാർത്ഥവ്യതിക്രമഃ അതഃ, ആ അനർത്ഥേക്കാൾ പരതരഃ ഉപരിയായിട്ട് നഹ വേറൊന്നില്ല. അപ്പോൾ പുംസഹ മനുഷ്യന്, ലോകേ ലോകത്തിൽ, യദധികൃത്യ അർത്ഥം യാതൊന്നിനെ സംബന്ധിച്ചാണോ, അന്യസ്യ വേറൊന്നിൻ്റെ പ്രേയസ്ത്വം അത്യന്ത സ്നേഹഭാവം, സ്വവ്യതിക്രമാൽ സ്വയംകൃതമായിട്ട് ആത്മനഃ ആത്മാവിനുള്ള
ആ സ്വാർത്ഥവ്യതിക്രമ, അത് ആ അനർത്ഥത്തേക്കാൾ പരതരം ഉപരിയായിട്ട്, അങ്ങനെയുള്ള അനർത്ഥത്തേക്കാൾ ഉപരിയായിട്ട് പരതരം നഹ, വേറൊന്നില്ല എന്നർത്ഥം. മനുഷ്യന് ആ ലോകത്തിൽ ആ യാതൊന്നിനെ സംബന്ധിച്ചാണോ വേറൊന്നിൻ്റെ ആ ഒരു അത്യന്ത സ്നേഹഭാവം വരുന്നത്, സ്വയം കൃതമായിരിക്കുന്ന ആ ആത്മാവിനുള്ള ഈ അനർത്ഥത്തേക്കാൾ, അങ്ങനെ ധരിക്കുന്നത് കൊണ്ട് വരുന്ന അനർത്ഥത്തേക്കാൾ പരതരം ഉപരിയായിട്ട് വേറൊന്നും അവിടെ വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഏതൊരു ആത്മാവിലുള്ള ഈ പ്രേമം കൊണ്ടാണോ മറ്റു വസ്തുക്കൾ പ്രിയപ്പെട്ടവയായിട്ട് തീരുന്നത്, ആത്മാവിലുള്ള പ്രേമം കൊണ്ടാണ് മറ്റു വസ്തുക്കൾ പ്രിയതരമാവുന്നത്. അങ്ങനെയുള്ള ആത്മാവിൽ തന്നിൽ നിന്ന് തന്നെ നാശം വരിക എന്നുള്ളതിനേക്കാൾ വലുതായിട്ട്, അങ്ങനെയുള്ള ഒരു ആത്മാവിന് തന്നിൽ നിന്ന് തന്നെ നാശം വരിക എന്നുള്ള ഒരവസ്ഥയേക്കാൾ വലുതായിട്ട് മറ്റു നാശം ഈ മനുഷ്യത്തിന് ലോകത്തിൽ ഇല്ല എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത്. അതാണ് നാദപരതരോ ലോകേ പുംസസ്വാർത്ഥവ്യതിക്രമ യദധ്യന്യസ്യ പ്രേയസ്ത്വം ആത്മനസ്വ്യതിക്രമാത്. അപ്പോൾ അടുത്ത അന്വയം വന്നിട്ട് പുംസഹ ലോകേ യദധികൃത്യ അന്യസ്യ പ്രേയസ്ത്വം സ്വവ്യതിക്രമാത് ആത്മനഃ സ്വാർത്ഥവ്യതിക്രമഃ അതഃ പരതരഃ ന. എന്നുകൂടി പറയാം. പുംസഹ ലോകേ യദധികൃത്യ അന്യസ്യ പ്രേയസ്ത്വം സ്വവ്യതിക്രമാത് ആത്മനഃ സ്വാർത്ഥവ്യതിക്രമഃ അതഃ പരതരം ന. മനുഷ്യന് ലോകത്തിൽ ആ യാതൊന്നിനെ സംബന്ധിച്ചാണോ വേറൊന്നിൻ്റെ ആ അത്യന്ത സ്നേഹഭാവം, സ്വയം കൃതമായിരിക്കുന്ന ആ ആത്മാവിനുള്ള ആ അനർത്ഥത്തേക്കാൾ, സ്വാർത്ഥവ്യതിക്രമത്തേക്കാൾ ഉപരിയായിട്ട് അത് വേറൊന്ന് ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കാം നമുക്കൊന്നുകൂടി. കാണുന്നവൻ കാണത്തക്കതായിട്ടുള്ള ജനന മരണാദി സംസാരത്തിന് മൂലകാരണമായിരിക്കുന്ന ജ്ഞാനത്തെ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷൻ, അതിനു മുമ്പേ ധനത്തിൻ്റെയും നേത്രാദികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന രൂപാദി വിഷയങ്ങളുടെയും നിരന്തര ചിന്തനം മനുഷ്യർക്ക് ആത്മനാശത്തിന് കാരണമായിത്തീരുന്നു. ഈ ചിന്ത നിമിത്തം ശാസ്ത്രാഭ്യാസത്താൽ നിന്ന് ലഭിച്ച അറിവും ആത്മാസാക്ഷാത്കാരവും നശിക്കുകയും വൃക്ഷയോനിയിൽ പ്രവേശിക്കേണ്ടതായി വരികയും ചെയ്യുന്നു. അല്ല, അപ്പം അതിന് മുമ്പേ ലോകത്തിൽ ഓരോരുത്തരും ആ ഭാര്യാപുത്ര ധനധാന്യ ഗൃഹാദികളായിരിക്കുന്ന അന്യവസ്തുക്കളെ സമ്പാദിക്കുന്നതും സ്നേഹിക്കുന്നതും ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ ആ പരമപ്രേമാസ്പദമായിരിക്കുന്ന ആത്മാവിന് ആത്മാവ് നിമിത്തം തന്നെ നാശം നേരിടുക എന്ന് വന്നാൽ പുരുഷന് ഇതിൽ പരം സ്വാർത്ഥനാശം മറ്റെന്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നാദപരതരോ ലോകേ പുംസസ്വാർത്ഥവ്യതിക്രമ യദധ്യന്യസ്യ പ്രേയസ്ത്വം ആത്മന സ്വവ്യതിക്രമ എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. അതായത് ഇവിടെ വ്യാഖ്യാനത്തിൽ നോക്കാം. ആത്മനാശം സ്വാർത്ഥനാശ, ആത്മനാശോ സ്വാർത്ഥനാശ, ആത്മനാശം കൊണ്ട് സ്വാർത്ഥനാശം ഉണ്ടാവണം. അതഹ, അതുകൊണ്ട് പുംസ, ആ പുരുഷന് പരതരഹ, അതിൽ പരം സ്വാർത്ഥനാശോ എന്ന മറ്റൊരു സ്വാർത്ഥനാശം വേറെ സംഭവിക്കാനില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മനാശോ സ്വാർത്ഥനാശ അതഹ പുംസഹ പരതരഹ സ്വാർത്ഥനാശോ എന്നാണ് വ്യാഖ്യാനം. ആത്മനാശോ സ്വാർത്ഥനാശ അതഹ പുംസഹ പരതരഹ സ്വാർത്ഥനാശോ ന. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകത്തിൽ അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനാദ്യേനാവിശതി മുഖ്യതാം. അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനാദ്യേനാവിംശതി മുഖ്യതാം. ആ അർത്ഥത്തെയും കാമത്തെയും പറ്റിയിട്ട് ഉള്ള മനുഷ്യരുടെ ചിന്ത എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും നാശകാരണം ആയിട്ട് തീരും. എന്തുകൊണ്ടെന്നാൽ ആ ജ്ഞാനത്തിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും ഭ്രംശിക്കപ്പെട്ടവനായിട്ട് തീരും. അങ്ങനെ സ്ഥാവരാവസ്ഥയെ പ്രാപിക്കുന്നു.
അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം, അർത്ഥത്തെയും കാമത്തെയും പറ്റി മാത്രമുള്ള ചിന്ത, നൃണാം മനുഷ്യരുടെ സർവാർത്ഥാപന്നവ എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും നാശകാരണം ആണ്. യേന എന്തുകൊണ്ട്? ജ്ഞാനവിജ്ഞാനാ ആ ജ്ഞാനത്തിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും ഭ്രംശിക്കപ്പെട്ടവനായിട്ട് മുഖ്യതാം ആ സ്ഥാവരാവസ്ഥയെ ആവിശതി അത് പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം നൃണാം സർവാർത്ഥാപന്നവ യേന ജ്ഞാനവിജ്ഞാനാത് ഭ്രംശിതഃ മുഖ്യതാം ആവിശതി. കൂടി പറയാം. അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം നൃണാം സർവാർത്ഥാപന്നവ യേന ജ്ഞാനവിജ്ഞാനാത് ഭ്രംശിതഃ മുഖ്യതാം ആവിശതി. ആ അർത്ഥത്തെയും കാമത്തെയും പറ്റി മാത്രമുള്ള ചിന്ത, അർത്ഥത്തെയും കാമത്തെയും പറ്റി മാത്രമുള്ള ചിന്ത മനുഷ്യരുടെ ആ എല്ലാ പുരുഷാർത്ഥങ്ങളുടെയും നാശകാരണമാവുന്നു. എന്തുകൊണ്ടെന്നാൽ ജ്ഞാനത്തിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും ഭ്രംശിക്കപ്പെട്ടവനാകുന്നു ആയിട്ട് വസ്തുബന്ധം കൊണ്ട് വിജ്ഞാനത്തിൽ നിന്നും ഭ്രംശിതനായിട്ട് ആ സ്ഥാവരാവസ്ഥയെ പ്രാപിക്കണം. വിഷയങ്ങളിൽ അർത്ഥം കാമം എന്നിവയിലുള്ള ആസക്തി സർവ്വപുരുഷാർത്ഥങ്ങളെയും നശിപ്പിക്കണം. അങ്ങനെ ജ്ഞാനവിജ്ഞാനങ്ങളിൽ നിന്ന് ഭ്രഷ്ടനാവുന്നു. കേവലം സ്ഥാവരാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ധർമ്മത്തെയും മോക്ഷത്തെയും അവഗണിച്ച് അർത്ഥകാമങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്നവരുടെ അവസ്ഥയാണ് സ്ഥാവരാവസ്ഥ. മുഖ്യാ വൈ സ്ഥാവരാഹ സ്മൃതാഹ. പത്മപുരാണത്തിൽ പറയുന്നുണ്ട് മുഖ്യതാം സ്ഥാവരതാം എന്ന് ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥകാമങ്ങളുടെ ആ നിരന്തര ധ്യാനം മനുഷ്യർക്ക് ആ സർവപുരുഷാർത്ഥ സാധകം ആണ്. ആ അർത്ഥകാമധ്യാനത്താൽ ആ ജ്ഞാനം വിജ്ഞാനം എന്നിവയിൽ നിന്നും ഭ്രഷ്ടനായിട്ട് സ്ഥാവരത പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അധരത്തിൻ്റെയും ആ നേത്രാദികളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന രൂപാദി ആ വിഷയങ്ങളുടെയും നിരന്തര ചിന്തനം മനുഷ്യർക്ക് ആത്മനാശത്തിന് കാരണമായി തീരുന്നു. ഈ ചിന്ത നിമിത്തം ശാസ്ത്രാഭ്യാസത്തിൽ നിന്നും ലഭിച്ച അറിവും ആത്മസാക്ഷാത്കാരവും നശിക്കുകയും വൃക്ഷയോനികളിൽ പ്രവേശിക്കേണ്ടതായി വരികയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. തതോ ജ്ഞാനവിജ്ഞാന, അതുകൊണ്ട് ജ്ഞാനവിജ്ഞാനങ്ങൾ നശിക്കുന്നതിനാൽ വിജ്ഞാനാത് ഭ്രംശിക്കപ്പെട്ടിട്ട് സ്ഥാവരതാം യാതി, സ്ഥാവരത എന്നുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. തതോ ജ്ഞാനവിജ്ഞാനാത് ഭ്രംശിത സ്ഥാവരതാം യാതി എന്നുള്ളതാണ് അതിലത്തെ അർത്ഥമായിട്ട്. അപ്പം നമുക്കൊന്നും കൂടി നോക്കാം. ജലം മുതലായിട്ടുള്ള നിമിത്തങ്ങളെ ഇപ്പോൾ താനും പ്രതിബിംബവും രണ്ടാണെന്ന ഒരു തോന്നൽ ഉണ്ടല്ലോ. അത്തരം ഉപാധികളുടെ അഭാവത്തിൽ താൻ മാത്രമേ ഉള്ളൂ എന്നാണല്ലോ തോന്നുക. ഇതുപോലെ അന്ധകരണമുള്ളപ്പോൾ മാത്രമേ ദ്രഷ്ടാവ് ദൃശ്യം ഇത്യാദി ഭേദബുദ്ധിയുള്ളൂ. അന്ധകരണമില്ലാഞ്ഞാൽ ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ബോധം വരും. അപ്പോൾ വിഷയസുഖങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവരുടെ മനസ്സ് അതിലേക്ക് ആകർഷിക്കപ്പെടും. അത് തന്നെത്താൻ അറിയില്ല. ഒരു ജലാശയത്തിൻ്റെ തീരത്തുള്ള പുൽച്ചെടികളും മറ്റും ജലത്തിൽ പ്രവേശിച്ച് ജലം വലിച്ചെടുക്കുന്നത് പോലെയാണ് ഇത്. ഈ അവസ്ഥ അനാവശ്യമായിരിക്കുന്ന ചിന്തകൾ കൊണ്ട് ചിന്താശക്തി നശിപ്പിക്കുന്നു. ചിന്താശക്തി നശിച്ചാൽ ജ്ഞാനഭ്രംശമുണ്ടാകുന്നു. അതുകൊണ്ട് ചിത്തവൃത്തികളെ നിയന്ത്രിക്കണം എന്നാണ് മഹാന്മാർ പറയുന്നത്. അല്ലാഞ്ഞാൽ തന്നെ നശിപ്പിക്കുന്നു. ആത്മനാശത്തിന് താൻ തന്നെ ഉത്തരവാദിയാണെന്നർത്ഥം. ഈ ചിത്തവൃത്തി നിയന്ത്രണമാണ് അഷ്ടാംഗയോഗത്തിൽ വിഭാവനം ചെയ്യുന്നത്. ആത്മസുഖത്തിന് വേണ്ടിയാണല്ലോ പുത്രധനധാന്യാദികളായിരിക്കുന്ന വിഷയങ്ങളിൽ ആസക്തി വരുന്നത്. ആത്മനാശത്തിന് അവ തന്നെ വഴിതെളിയിക്കുന്നതായിട്ട് ഇതിനേക്കാൾ ഉപരി മറ്റൊന്നും പറയാനില്ല. ആത്മനാശം സ്വയം കൃതാനർത്ഥം എന്നർത്ഥം. അർത്ഥം കാമം എന്നിവയിലുള്ള ആസക്തി സർവപുരുഷാർത്ഥങ്ങളെയും നശിപ്പിക്കുന്നു. ജ്ഞാനവിജ്ഞാനങ്ങളിൽ നിന്നും അപ്പോൾ ഭ്രഷ്ടനാവും. കേവലം ആ സ്ഥാവരതയെ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.
അപ്പോൾ അടുത്തത് 34ാമത്തെ ശ്ലോകം നോക്കാം. ന കുര്യാൽ കർഹിജിൽ സംഗം തമസ്തീവ്രം തിരീരിഷു ധർമാർത്ഥകാമമോക്ഷാണാം യദത്യന്ത വിഘാതകം. ന കുര്യാത് കർഹിജിൽ സംഗം തമസ്തീവ്രം തിരീരിഷു ധർമാർത്ഥകാമമോക്ഷാണാം യദത്യന്ത വിഘാതകം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾക്കും ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്ന സംഘം, ആ ആസക്തിയെ, ആ സംസാര ദുഃഖമാകുന്ന ആ ഘോരാന്ധകാരത്തെ തരണം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഒരിക്കലും അതിനെ, ആ ആസക്തി അതിൽ വെച്ചിരിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. ധർമാർത്ഥകാമമോക്ഷാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾക്കും യത് അത്യന്തം വിഘാതകം, ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഏതോ തത്, അതാണ് സംഘം, ആസക്തി. ആ ആസക്തിയെ തീവ്രം തമഹ, സംസാര ദുഃഖമാകുന്ന ഘോരാന്ധകാരത്തെ, ആസക്തിയാണ് സംസാരമാകുന്ന ഘോരാന്ധകാരം എന്ന് പറയുന്നത്. അതിനെ തിതീർഷുഹു, തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ കർഹിജിൽ, ഒരിക്കലും ന കുര്യാത്, പിന്നെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കില്ല എന്നർത്ഥം. അപ്പോൾ ധർമാർത്ഥകാമമോക്ഷാണാം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾക്കും യത് അത്യന്തം വിഘാതകം, ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നതോ തത് സംഘം, ആ ആസക്തിയെ തീവ്രം തമഹ, സംസാര ദുഃഖമാകുന്ന ഘോരാന്ധകാരത്തെ തിതീർഷു, തരണം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ കർഹിജിൽ, ഒരിക്കലും ന കുര്യാ, പിന്നീട് അതിനെ വെച്ചിരിക്കില്ല, അധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ ആസക്തി വെച്ചിരിക്കില്ല എന്നർത്ഥം. അപ്പോൾ അടുത്ത അന്വയം വന്നിട്ട് ധർമാർത്ഥ കാമമോക്ഷാണാം യത് അത്യന്തം വിഘാതകം തത് സംഘം തീവ്രം തമഹ തിതീർഷു കർഹിജിൽ ന കുര്യാത്. ധർമാർത്ഥകാമമോക്ഷാണാം യത് അത്യന്തം വിഘാതകം തത് സംഘം തീവ്രം തമഹ തിതീർഷു കർഹിജിൽ ന കുര്യാത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾക്കും ഏറ്റവും വലിയ വിഘാതമായി നിൽക്കുന്നത് ഏതോ അത് സംഘം, ആ ആസക്തിയെ, സംസാര ദുഃഖമാകുന്ന ഘോരാന്ധകാരത്തെ തരണം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ കർഹിജിൽ, ഒരിക്കലും ആ ധർമാർത്ഥ കാമമോക്ഷങ്ങളെ, ആ സംഘത്തെ, ആസക്തിയെ അവിടെ വെച്ചിരിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ മോക്ഷങ്ങൾക്ക് ഏതൊന്ന് അത്യന്തം നാശകമാണോ അതുമായുള്ള ചേർച്ച. അപ്പോൾ അതുമായിട്ടുള്ള ചേർച്ച അജ്ഞാനാന്ധകാരത്തെ കടക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും ചെയ്യരുത് എന്നാണ് അവിടെ പറയുന്നത്. അജ്ഞാനാന്ധകാരത്തെ തരണം ചെയ്ത് ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ സാധിപ്പാൻ ആഗ്രഹിക്കുന്നവർ അതിന് വിഘാതം നിൽക്കുന്ന യാതൊന്നിലും ആസക്തരാവരുത്. അതിന് വിഘാതം നിൽക്കുന്ന ഒന്നിലും ആസക്തി അവർക്കുണ്ടാവാൻ പാടില്ല. അപ്പോൾ അതഹ സംസാരം തിതീർഷുർ നരോ, സംസാരത്തെ തരണം ചെയ്യണം എന്നുള്ള നരന്മാര്. അതഹ സംസാരം തിതീർഷുർ നരോ, തരണം ചെയ്യണം എന്നുള്ള നരന്മാര് ധർമാദിവർഗനാശകം, ധർമ്മ പുരുഷാർത്ഥങ്ങളെ നശിപ്പിക്കുന്നതിന് വിഘാതം, ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന ആ സംഘത്തെ ന കുര്യാർ, സംഘത്തെ ചെയ്യരുത്. കർഹിജിൽ സംഘം ന കുര്യാർ, സംഘത്തെ ഒരിക്കലും ചെയ്യരുത്, അതിൽ ആസക്തി ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. അതഹ സംസാരം തിരീർഷും നരോ, അങ്ങനെ ആ സംസാരത്തിൽ നിന്നും തരണം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യർ ധർമാദിവർഗനാശകം, ധർമാദികളായിരിക്കുന്ന ആ വർഗം, പുരുഷാർത്ഥങ്ങളുടെ നാശകം, പുരുഷാർത്ഥങ്ങളെ നശിപ്പിക്കുന്നതായിരിക്കുന്ന കർഹിജിൽ, അതിന് നാശകമായിട്ടിരിക്കുന്ന ആ സംഘം, ആസക്തി എന്നുള്ള അവസ്ഥയെ ന കുര്യ, അതിനെ ഒരിക്കലും ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ വ്യാഖ്യാനം
ഒന്നും കൂടി വായിക്കാം. അതഹ സംസാരം തിരീർഷം നരോ ധർമാതിവർഗനാശകം കർഹിജിൽ സംഘം ന കുര്യാത്. അതാണ് ന കുര്യാത് കർഹിജിൽ സംഘം തമസ്തീവ്രം തിരീർഷു ധർമാർത്ഥ കാമമോക്ഷാണാം ഏത് അത്യന്ത വിഘാതകം. അടുത്തത് 35-ാമത്തെ ശ്ലോകം. തത്രാപി മോക്ഷ ഏവാർത്ഥ ആത്യന്തികതയേഷ്യത്തെ ത്രൈവർഗ്യോർത്ഥോ യതോ നിത്യം കൃതാന്തഭയസംയുതഃ. തത്രാപി മോക്ഷ ഏവാർത്ഥ ആത്യന്തികതയേഷ്യത്തെ ത്രൈവർഗ്യോർത്ഥോ യതോ നിത്യം കൃതാന്തഭയസംയുതഃ. അപ്പം തത്രാപി അതിൽ വെച്ചിട്ട് ആ ധർമാർത്ഥകാമമോക്ഷങ്ങളിൽ വെച്ചിട്ട് മോക്ഷം എന്ന ആ പുരുഷാർത്ഥം മാത്രമാണ് ആത്യന്തികമായിട്ട് ശാശ്വതമായിട്ട് ഇഷ്യതേ ശാശ്വതമായിട്ട് കരുതപ്പെടുന്നത് ആ മോക്ഷത്തെയാണ്. കാരണം ആ ത്രിവർഗം ആയിരിക്കുന്ന ധർമാർത്ഥകാമങ്ങൾ ആ പുരുഷാർത്ഥം അത് നിത്യം സദാ അത് പുരുഷാർത്ഥങ്ങൾ എപ്പോഴും കൃതാന്തഭയ സംയുത അന്തകനെ ഭയം എന്നുള്ള ഇതാണ്. മോക്ഷത്തിലുള്ളതിൽ മാത്രമേ അന്തകൻ്റെ ഭയം ഇല്ലാതിരിക്കുന്നു. ബാക്കിയുള്ളതിനൊക്കെ അന്തകനെ ഭയന്നുകൊണ്ടാണ് ആ ധർമ്മം അർത്ഥം കാമം. ആ പുരുഷാർത്ഥങ്ങൾ നിത്യം അത് സദാ എപ്പോഴും ആ അന്തകനെ ഭയന്നുകൊണ്ടിട്ടാണ് ആ ധർമ്മത്തിലും അർത്ഥത്തിലും കാമത്തിലും ആ അവസ്ഥ ഉണ്ട്. മരണഭയം എന്നുള്ള മൃത്യുവിന് ഭയം, അന്തകനെ ഭയക്കുക എന്നുള്ള അവസ്ഥ വരുന്നുണ്ട്. മോക്ഷത്തിൽ അത് വരുന്നില്ല. അപ്പോൾ തത്രാപി അതിൽ വെച്ച് മോക്ഷമെന്ന അർത്ഥ ഏവ ആ പുരുഷാർത്ഥം മാത്രമാണ് ആത്യന്തികതയാ ശാശ്വതമായിട്ട് ഇഷ്യതയെ കരുതപ്പെടുന്നത്. അതിനെയാണ് ശാശ്വതമായിട്ട്, മോക്ഷത്തെ മാത്രമേ ശാശ്വതമായിട്ട് കരുതുന്നുള്ളൂ. മറ്റൊന്നും ശാശ്വതമല്ല. ധർമ്മം അർത്ഥം കാമം. വയ്യതഃ കാരണം ത്രൈവർഗ്യ ആ ത്രിവർഗമായിരിക്കുന്ന ധർമ്മം അർത്ഥം കാമങ്ങൾ അർത്ഥ ആ പുരുഷാർത്ഥം അങ്ങനെയുള്ള പുരുഷാർത്ഥം നിത്യം സദാ കൃതാന്തഭയ സംയുത അന്തകനെ ഭയം എന്നുള്ളതാണ്. എന്നുകൂടി പറയാം. തത്രാപി അതിൽ വെച്ച് മോക്ഷമെന്ന അർത്ഥമേവ പുരുഷാർത്ഥം മാത്രമാണ് ആത്യന്തികതയാ ശാശ്വതമായിട്ട് ഇഷ്യതയെ കരുതപ്പെടുന്നത്. യഥ കാരണം ത്രിവർഗമായിരിക്കുന്ന അധർമാർത്ഥകാമങ്ങൾ അർത്ഥ പുരുഷാർത്ഥം നിത്യം സദാ കൃതാന്തഭയ സംയുത അന്തകനെ ഭയം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അന്വയം വന്നിട്ട് തത്രാപി മോക്ഷ അർത്ഥയേവ ആത്യന്തികതയാ ഇഷ്യത്തെ യഥ ത്രൈവർഗ്യ അർത്ഥ നിത്യം സദാ നിത്യം കൃതാന്തഭയ സംയുത തത്രാപി മോക്ഷ അർത്ഥ ഏവ ആത്യന്തികതയാ ഇഷ്യത്തെ യഥ ത്രൈവർഗ്യ അർത്ഥ നിത്യം കൃതാന്തഭയ സംയുത അതിൽ വെച്ച് മോക്ഷമെന്ന ആ പുരുഷാർത്ഥം മാത്രമാണ് ശാശ്വതമായിട്ട് കരുതപ്പെടുന്നത്. കാരണം ത്രിവർഗമായിരിക്കുന്ന അധർമാർത്ഥകാമങ്ങൾ പുരുഷാർത്ഥം സദാ അന്തകനെ ഭയന്നുള്ളതാണ്. ധർമാർത്ഥകാമമോക്ഷങ്ങൾക്ക് അതുപോലെ ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ മോക്ഷം മാത്രമേ ശാശ്വതമായിരിക്കുന്ന പുരുഷാർത്ഥമായിട്ട് സ്വീകരിച്ചിട്ടുള്ളൂ. എന്തെന്നാൽ ആ ധർമാർത്ഥ കാമങ്ങളെല്ലാം നിത്യവും കാലഭയവും ഉള്ളതാണ്. അപ്പോൾ ജ്ഞാനാന്ധകാരത്തെ തരണം ചെയ്ത് ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ സാധിപ്പാൻ ആഗ്രഹിക്കുന്നവർ അതിന് വിഘ്നം ചെയ്യുന്ന യാതൊന്നിലും ആസക്തരാവരുത്. വിഷയാസക്തി നാലിനും തടസ്സം ആണെന്നർത്ഥം. നാലിലും വെച്ച് മോക്ഷമാണ് ശാശ്വതമായിരിക്കുന്ന പുരുഷാർത്ഥം. ധർമാർത്ഥ കാമങ്ങളാകുന്ന ത്രിവർഗം എപ്പോഴും അന്തകന് ഭയപ്പെടേണ്ടവ തന്നെ. ത്രിഗുണങ്ങളുടെ ക്ഷോഭത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന ഉത്കൃഷ്ടങ്ങളും നികൃഷ്ടങ്ങളും ആയ ഒന്നിനും ശാശ്വതമായ ക്ഷേമമില്ല തന്നെ. അടുത്ത തിരിപ്പ് വരുന്നതാണ്. അപ്പോൾ ധർമാർത്ഥകാമങ്ങളാകുന്ന ത്രിവർഗം ആ അന്തകനെ ഭയക്കപ്പെടേണ്ടവ തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ ജനനമരണാദി സംസാരത്തിൻ്റെ മൂലകാരണമായിരിക്കുന്ന അജ്ഞാനത്തെ കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്
ആ ധർമാർത്ഥകാമ മോക്ഷങ്ങളാകുന്ന 4 വിധ പുരുഷാർത്ഥങ്ങളും മൂലത്തോടുകൂടെ നശിപ്പിക്കുന്ന ആ വിഷയങ്ങളിൽ ഒരു കാലത്തും അത്യാസക്തൻ ആയിരിക്കരുത്. സാമാന്യമായിട്ട് ധർമാദികളായിരിക്കുന്ന 4 പുരുഷാർത്ഥങ്ങളും മനുഷ്യർക്ക് ആവശ്യം തന്നെയെങ്കിലും എല്ലാറ്റിലും മീതെ ആഗ്രഹിക്കത്തക്കതായിരിക്കുന്ന പുരുഷാർത്ഥം മോക്ഷം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ധർമ്മം, അർത്ഥം, കാമം എന്ന 3 പുരുഷാർത്ഥങ്ങളും നിത്യങ്ങളല്ല, നാശം ഉള്ളവയാകുന്നു. അപ്പോൾ ഇതിലെ വ്യാഖ്യാനത്തിൽ തത്രാപി ത്രൈവർഗ്യാൽ മോക്ഷ, അതുകൊണ്ട് ആ 3 പുരുഷാർത്ഥങ്ങളുടെ 4 പുരുഷാർത്ഥങ്ങളിലും മോക്ഷം ആത്യന്തികമായിട്ട് വേണ്ടത് മോക്ഷം ആണെന്നുള്ളതാണ് പറയുന്നത്. തത്രാപി, അതുകൊണ്ട് ത്രൈവർഗ്യ 3ലും മേധയായിട്ട്, അതായത് ധർമ്മം, അർത്ഥം, കാമം, ഇതിലും മേധയായിട്ട് മോക്ഷമാണ് ഏവാത്യന്തികോർത്ഥ, ഏറ്റവും അവസാനമായിട്ട് ആവശ്യം എന്നർത്ഥം. തത്രാപി ത്രൈവർഗ്യാൽ മോക്ഷ ഏവ ആത്യന്തികോർത്ഥ എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം. അതാണ് തത്രാപി മോക്ഷ ഏവാർത്ഥ ആത്യന്തികതയേഷ്യത്തെ ത്രൈവർഗ്യോർത്ഥോ യതോ നിത്യം കൃതാന്തഭയ സംയുത എന്ന് 35-ാമത്തെ ശ്ലോകം പറയുക. അടുത്ത ക്ലാസ്സിലെത്താൻ. ഹരേ കൃഷ്ണ.